പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിലേക്ക് എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം. കേരളത്തിലെ പ്രശസ്തമായ ചമയവിളക്ക് ആചാരമായി നടക്കുന്ന ക്ഷേത്രമാണ് കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം. മീനം 10-11 രാത്രിയിലാണ് ചമയവിളക്ക് നടക്കുക. അഭീഷ്ടകാരി സാധ്യത്തിനാണ് പുരുഷന്മാർ സ്ത്രീവേഷത്തിൽ ചമയവിളക്ക് എടുക്കുന്നത്. ആൺമക്കളെ പെൺമക്കളാക്കിയും ഭർത്താക്കന്മാരെ യുവതികളാക്കിയും വിളക്ക് എടുക്കുന്നുണ്ട്. കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ആദ്യം കൊടുംകാടായിരുന്നു. ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ഭൂതക്കുളം എന്നു പേരുള്ള ഒരു ചെറിയ കുളമുണ്ടായിരുന്നു. മഴക്കാലമാകുമ്പോൾ കുളം നിറഞ്ഞ് കവിഞ്ഞൊഴുകി അടുത്തുള്ള പാടത്തേക്ക് ഒഴുകും. വെള്ളവും പുല്ലും നിറഞ്ഞ ഈ പ്രദേശം സമീപവാസികളായ കുട്ടികൾ കാലികളെ മേയ്ക്കുന്ന സ്ഥലമാണ്. ഒരു ദിവസം ഈ പ്രദേശത്തെ കുട്ടികൾക്ക് ഒരു നാളികേരം വീണ് കിട്ടുകയും അടുത്തുള്ള കല്ലിൻ മുകളിൽ വെച്ച് കുത്തിപ്പൊളിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആ സമയത്ത് ലോഹ കഷ്ണം ആ കല്ലിൽ തട്ടിയപ്പോൾ അതിൽ നിന്ന് നീണം വാർന്നു. ഇത് കണ്ട കുട്ടികൾ വീട്ടുകാരോട് കാര്യം പറഞ്ഞു. എല്ലാവരും അത് കാണാനായി എത്തി. പിന്നീട് പ്രമാണിയുടെ നേതൃത്വത്തിൽ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ആ കല്ലിൽ ദേവി സ്വാധീയഭാവത്തിൽ കുടികൊള്ളുന്നതായി കണ്ടെത്തി. ദേവി സാന്നിധ്യം കണ്ട ശിലയ്ക്ക് ചുറ്റും കുരുത്തോല പന്തൽ കെട്ടി വിളക്ക് വയ്ക്കുകയും ചെയ്തു. പിന്നീട് ക്ഷേത്രം നിർമ്മിച്ചു. ആ ക്ഷേത്രത്തിന്റെ പേര് കൊറ്റംകുളങ്ങര എന്നറിയപ്പെട്ടു. ക്ഷേത്ര മേൽക്കൂരയായി വായുമണ്ഡലം സങ്കല്പിക്കണമെന്നും മേൽക്കൂര നിർമ്മിക്കരുതെന്നും ദേവപ്രശ്നവിധിയിൽ കണ്ടെത്തിയതിനാൽ ഇവിടുത്തെ ക്ഷേത്രത്തിന് മേൽക്കൂര ഉണ്ടായിരിക്കുകയില്ല. ആദ്യകാലത്ത് ഉഗ്രരൂപിണിയായ ദേവിയുടെ മുന്നിൽ പോകാൻ സ്ത്രീകൾക്ക് ഭയമായിരുന്നതിനാൽ ആൺകുട്ടികളും പുരുഷന്മാരുമായിരുന്നു പെൺവേഷത്തിൽ വിളക്കെടുത്തിരുന്നത്. അത് ക്രമേണ അഭീഷ്ടവരദായകമായ ആചാരമായി മാറി. അന്നു മുതൽ നാളികേരം ഇടിച്ചു പിഴിഞ്ഞെടുത്ത കൊറ്റൽ ദേവിക്ക് നിവേദ്യമായി നൽകി തുടങ്ങി. ദേവി ചൈതന്യം കണ്ടെത്തിയ ശിലയ്ക്ക് ചുറ്റും ഗോപാലബാലന്മാർ കുരുത്തോല കൊണ്ട് അമ്പലം കെട്ടിയതിന്റെ സ്മരണയ്ക്കാണ് ഇന്നും കുരുത്തോല പന്തൽ കെട്ടുന്നത്. ദുർഗാദേവിയെ കൂടാതെ ശ്രീ പരമേശ്വരൻ, ശ്രീ ഗണപതി, ശ്രീ ധർമ്മശാസ്താവ്, യക്ഷിയമ്മ, മാടൻ ഭഗവാൻ, നാഗരാജാവ് എന്നിവരാണ് ക്ഷേത്രത്തിലെ മറ്റു പ്രതിഷ്ഠകൾ. മീനം 10-11 പുരുഷന്മാർ അംഗവേഷത്തിൽ ചമയവിളക്കേന്തുന്ന ആചാരപ്പെരുമ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിന് മാത്രം സ്വന്തം. 2 നാൾ ഒരേ ചടങ്ങുകൾ നടക്കുന്നതും ഇവിടുത്തെ മാത്രം സവിശേഷതയാണ്. അഭീഷ്ടകാര്യ സിദ്ധിക്കായിട്ടാണ് പുരുഷന്മാർ വ്രതം നോറ്റ് പെൺവേഷം കെട്ടി ദേവി പ്രീതിക്കായി വിളക്കെടുക്കുന്നത്. ഇവർ എടുക്കുന്ന വിളക്കിന് ചമയവിളക്ക് എന്നാണ് പറയുക. മധ്യ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിലെ ഉത്സവവേളകളിൽ ഉപയോഗിക്കുന്ന സവിശേഷമായ വിളക്കാണ് അത്. 5 തിരിയുള്ള വിളക്ക് അരയ്ക്കൊപ്പം ഉയരമുള്ള തടിക്കഷ്ണത്തിൽ ഘടിപ്പിച്ചതാണ് ചമയവിളക്ക്. രണ്ട് രാത്രിയും പുലർച്ചെ 2:30 ചമയവിളക്ക് എന്നിവർ ക്ഷേത്രം മുതൽ കുഞ്ചാലമൂട് വരെയുള്ള റോഡിന് ഇരുവശമായി അണിനിരക്കും. ദേവി ചൈതന്യം ആവാഹിച്ച ജീവിതയും കുടയും ഉടവാളുമായി വെളിച്ചപ്പാടിന്റെ അകമ്പടിയിൽ എഴുന്നള്ളത്ത് കുഞ്ചാലമൂട്ടിലെത്തി ഉറഞ്ഞു തുള്ളും. ഈ എഴുന്നള്ളത്ത് ദർശിക്കുന്നത് അവാച്യമായ അനുഭൂതിയാണ്. ജീവിത എഴുന്നള്ളത്തിന്റെ ഒരു വ്യത്യസ്ത തെക്കൻ ചിട്ടയാണ്. ചവറ, പുതുക്കാട്, കുളങ്ങര ഭാഗം, കോട്ടയ്ക്കകം എന്നീ 4 കരക്കാരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിൽ എടുപ്പ് കുതിരകളുടെയും വാദ്യഘോഷങ്ങളുടെയും ഗജവീരന്മാരുടെയും വണ്ടിക്കുതിരകളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും വർണ്ണാഭമായ കാഴ്ചകൾ ഉത്സവത്തെ മറ്റൊരു രസാനുഭൂതിയിലേക്ക് എത്തിക്കും. വിളക്ക് കണ്ട് കുരുത്തോല പന്തലിൽ ഉപവിഷ്ടയാവുന്നതോടെ ആദ്യ ദിനത്തിലെ ചമയവിളക്കെടുപ്പ് സമാപിക്കും. ക്ഷേത്രം ഐതിഹ്യമായി ബന്ധപ്പെട്ട് കുരുത്തോല പന്തൽ ചമയവിളക്ക് ഉത്സവത്തിലെ നയനാനന്ദകരമായ കാഴ്ചയാണ്. ഉത്സവകാലത്തെ താൽക്കാലിക ശ്രീകോവിലാണത്. 2 കരക്കാർ വീതം
ഒന്നിച്ചു ചേർന്ന് ക്ഷേത്ര മൈതാനത്തിന്റെ തെക്കും വടക്കുമായി 2 കുരുത്തോല പന്തലുകൾ അണിയിച്ചൊരുക്കും. മീനം 10 ചവറ പുതുക്കാട് കരകളുടെ നേതൃത്വത്തിൽ തെക്കും ഭാഗത്തും 11 വടക്ക് ഭാഗത്ത് കോട്ടയ്ക്കകം കുളങ്ങര ഭാഗം കരകൾ സംയുക്തമായി നിർമ്മിച്ച പന്തലിലുമാണ് ചമയവിളക്ക് കണ്ട് അനുഗ്രഹം ചൊരിഞ്ഞ് ആറാട്ട് കഴിഞ്ഞെത്തുന്ന ദേവീ ചൈതന്യം ഉപവിഷ്ടമാകുന്നത്. ഏറെ പ്രത്യേകതകളാണ് കുരുത്തോല പന്തലിന്റെ നിർമ്മാണത്തിലുള്ളത്. മണ്ണിൽ സ്പർശിക്കാതെ മുറിച്ചെടുക്കുന്ന കമുക്, വാഴ, കുരുത്തോല എന്നിവയാണ് ഉപയോഗിക്കുന്നത്. കയറോ ആണിയോ ഉപയോഗിക്കാതെ പ്രത്യേക കണക്കിൽ തയ്യാറെടുക്കുന്ന കുരുത്തോല പന്തലിന്റെ നിർമ്മിതി ചില സമുദായങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അവർക്ക് കരക്കാർ ദക്ഷിണ നൽകി അതത് ദിവസങ്ങളിൽ തന്നെ പന്തൽ കെട്ടിയുണ്ടാക്കും. പൂർത്തിയാക്കിയ ശേഷം പണിക്കാർ കരക്കാർക്കും ദക്ഷിണ സമർപ്പിക്കും. കുരുത്തോല പന്തൽ ഉയർന്ന ശേഷമേ കെട്ടുകാഴ്ചകൾ ആരംഭിക്കുകയുള്ളൂ. ഈ പ്രത്യേകതയും കൊറ്റംകുളങ്ങര ചമയവിളക്ക് ഉത്സവത്തിന് സ്വന്തം.
ചവറദേശത്തിന് അനേക ദിവസത്തിന്റെ കാത്തിരിപ്പാണ് കൊറ്റംകുളങ്ങര ചമയവിളക്കെങ്കിൽ ഇനി അടുത്തൊരു വർഷത്തേക്ക് ചവറദേശം മാത്രമല്ല ഈ നാട് മുഴുവൻ ഇനി വരാൻ പോകുന്ന ചമയവിളക്ക് ഉത്സവത്തിനായി കാത്തിരിക്കും.